എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ബോളിയുടെ റെസിപ്പി ആയിട്ടാണ്. തിരുവനന്തപുരം സൈഡിലേക്കൊക്കെ സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണ് ബോളി. അപ്പോൾ പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ്. എൻ്റെ അമ്മൂമ്മയുടെ നാട് വർക്കലയാണ്, തിരുവനന്തപുരത്തുള്ള. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു കല്യാണത്തിന് ഞാനിത് കഴിക്കുകയുണ്ടായി. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ടേസ്റ്റാണിതിന്. പായസത്തിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ സേമിയ പായസം, പാൽപ്പായസം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 1.5 കപ്പ് വെള്ളം വേണം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. കടലപ്പരിപ്പ് എന്ന് പറയുന്നത് ചന്നാദാലാണ്. 240 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കാവുന്ന സമയത്ത് നമുക്കിവിടെ മൈദ മാവ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ വേണം ശരിക്കും. ഇതിലേക്ക് ഞാൻ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലല്ല ഇത് കുഴിക്കേണ്ടത്, കുറച്ചുകൂടി ലൂസായിട്ട് വേണം. അപ്പോൾ നന്നായിട്ടിത് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ നല്ലെണ്ണ ചേർക്കുന്നതുകൊണ്ടാണ് ഈ ബോളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ കുറേശ്ശെ എണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ട് കുറച്ച് നല്ലെണ്ണ കൂടി തടവിയതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതിനി നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് നോക്കാം. അപ്പോൾ കടലപ്പരിപ്പ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് വേവേ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് തരിതരിപ്പുണ്ട്, അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടില്ല. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതധികം മധുരം ഞാനിവിടെ എടുത്തിട്ടില്ല, 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉരുട്ടുന്ന പരുവത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇത് കട്ടിയായിട്ട് വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം. ഇതിൽ കുറച്ച് തരിതരിപ്പായിട്ട് കിടപ്പുണ്ട്, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് തരിതരിപ്പ് വേണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവും ഇതുപോലെ എടുത്ത് ചെറിയ ഉരുളകളാക്കാം. ഇത് ശരിക്കും നല്ലെണ്ണയിൽ മുക്കി വെച്ചിട്ടാണ് ഈ മാവ് എടുക്കാറ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കുക. അപ്പോൾ ഞാനിവിടെ പകുതി മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മുഴുവനും ചെയ്യണമെങ്കിൽ 1 കപ്പ് മൈദ കൂടി ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ ഉരുള ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ആലു പൊറാട്ടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുളകൾ ഇതിനകത്ത് വെച്ച് കൊടുക്കാം.
വെച്ച് കൊടുത്തതിന് ശേഷം 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴ്ഭാഗത്ത് കുറച്ച് കട്ടിയിൽ മാവുണ്ടാകും. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇത് നമുക്കൊരു ചപ്പാത്തി പലകമേൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദാപ്പൊടി ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളകൾ ചപ്പാത്തി പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വളരെ തിന്നായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ചൂടാൻ വേണ്ടിയിട്ടുള്ള കല്ല് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ എല്ലാം പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോളി ഇട്ട് കൊടുക്കുക. ഇതിലിനി കുറച്ച് നെയ്യ് തടവിയിട്ട് വേണം നന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട്. നെയ്യ് തടവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് സാധാരണ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനി തിരിച്ചു മറിച്ചു വിട്ടിട്ട് 2 സൈഡും നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളിയാണ്. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബോളിയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബോളിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഓണത്തിന് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക് യു.